എന്നെയും കരുതണമേ, മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. തന്നാഭി പങ്കജത്തിൽ നിന്നേകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മത്പിതാ, നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോ എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീ വണ്ണം പറഞ്ഞിടിനാൻ നാരദൻ, ആനന്ദ ബാഷ്പ പരിപ്ലൂത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും, പൂജ്യനായ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറൊരുമ്പെട്ടിരിക്കുന്നിതു, നീയും അതിനനുകൂലനായി വന്നിടും. ഹരേ രാമ 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 സീതാഭിരാമ ശ്രീരാമ രാമ. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്ന് അവകാശമുണ്ടായവരായല്ലോ, സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോട് ഭക്തരൻ ചെന്ന് പറയുന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നത് കേട്ടതിന് ഉത്തരമായരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ, ചിത്തെ വിഷാദമുണ്ടാകായതുമൂലം കാലവിളംബനമെന്തിനല്ലേ മുഖമൂലം അതിനുണ്ടത് പറഞ്ഞിടുവാൻ. കാലാവലോകനം കാര്യസാധ്യം നൃണ, കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധകർമ്മ ഫലവുക്ഷയം വരും നേരത്തൊഴിഞ്ഞു, മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമല്ലോ. നാളെ വനത്തിനു പോകുന്നുണ്ട് ഞാൻ, നാളികലോചനൻ പാദങ്ങൾ തന്നാണേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് യാതുധാനാന്വയ നാശം വരുത്തുവൻ. ഇതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു, വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജയം കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാൽ. നാരദ്നദ രാഘവ സംവാദ്നദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേക ആരംഭം. എങ്കിലോ രാജാ ദശരഥൻ അനേകത ഏകത സങ്കല്പിതാനന്ദമാറിയിരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രായ സീതായ പതിയെ നമഃ. ശ്രീരാമചന്ദ്രായ നമഃ. പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട അകതാരിലാനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴത് അങ്ങനെയെങ്കിലത് ഉൾപ്പുവിലോർത്തു നിയോഗിക്കുകയും വേണം. ഈ പ്രജകൾക്ക് അനുരാഗം അവലങ്ങളുണ്ടെപ്പോഴും ഏറ്റം അതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിനേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ. പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം, എന്നാൽ അവർ വരുവാൻ പാർക്കയില്ല നീ.
ശ്രീ രാമചന്ദ്രായ നമഃ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നതു തന്നെ സംഭരിച്ചിടണം. രാമനോടു നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ ഭക്തികളെല്ലാം ഉയർത്തുക. ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളിക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവാൻ ചിത്തെ നിരൂപിച്ചു കൊണ്ടു സുമന്ത്രരോട് ഇത്തം വസിഷ്ഠ മുനിയും അരുൾ ചെയ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കേൾക്ക നാളെ പുലർകാലെ ചേൽക്കണ്ണിമാരെ കന്യകമാരെ എല്ലാം ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവതകുല ജാതനാം നാൽക്കൊമ്പൻ ആരാൽ വരേണാം അലങ്കരിച്ച അങ്കണേ. ദിവ്യ നാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായ ദിവ്യരത്നങ്ങൾ അമിഴത്തി വിചിത്രമായ സ്വർണ്ണ കലശ സഹസ്രം മലയ ചവർണ്ണങ്ങൾ കൊണ്ട് വായി കെട്ടി വെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക. മൂന്നിഹ ഛത്രം സുവർണ ദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാചിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്കാ കുശപാണികളായി സഭാന്തികെ. നർത്തകന്മാരോട് വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഊർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ സീതാപതയേ നമഃ. ഹസ്ത്യശ്വപത്തിരദാതിമഹാബലം വസ്ത്രാദ്യാലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശരഥി ഗ്രഹമെത്രയും ഭാസുരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ തന്റെ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തിത്തതാ പത്നിയോടു മതി ഭക്തിയാ രഘുത്തമൻ. പൊൽകലശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാങ്കേ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയേനദീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ സീതാപതയേ നമഃ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്ത്. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലതിനിപ്പോൾ നൃപാത്മജ. തത്പാദ പങ്കജം തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈര്യം ധന്യനായിടിനാൻ. തത്പാദ തീർത്ഥ വിശുദ്ധനായി വന്നിട്ട് മത്പിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നത് നിന്നെ ഞാൻ ഇന്നവൻ ആകുന്നതെന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മം പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ. ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ
ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധർസം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതി അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായ മനുഷ്യനായി ശ്രീനിധേയം. ശിഷ്യനല്ലോ ഭവാനാചാര്യനേശ ഞാൻ ശിക്ഷിക്ക വേണം ജഗതിദാർത്ഥം പ്രഭോ. സാക്ഷാത് ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതॄണാം പിതാമഹനും ഭവാൻ. സർവേഷ ഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യന്തവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീനം സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലേ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാതാവു താനരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോട് സംബന്ധ കാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. ഓം ശ്രീരാമചന്ദ്രായ നമ. നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിൽ അതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം എന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും. യോഗേശ ദേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിക്കായികമാം. ആചാര നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിക്കായികമേ. തൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമ കുത്രചിത്. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതു കൊണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടുപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ. വന്നിടുഷസ്സിനു നീയെന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മീനായില്ലയോ? ആരും കണ്ടില്ല ചേച്ചി. ഓക്കെ, രണ്ടാമത് വായിക്കാൻ തുടങ്ങാനോ? രാജഗോപാലുള്ള മ്യൂട്ടില്ല. ചേച്ചി വായിച്ചോട്ടെ. ഓക്കെ. ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതൻ എനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്രം മാത്രം ഞാൻ ഇതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ വത്സാ മമ തത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാശു നീ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും.
രാജീവ സംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനൻ ആനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചേർന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായി ഒരു മല്യവും നൽകിനാൾ കൗസല്യം തനയഭ്യൂദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചത് ലക്ഷ്മിയെ. നാഥേ മഹാദേവി, നീ ഏതുണയെന്ന് ചേതസി ഭക്തിയാവണങ്ങി വാണിടിനാൾ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്ന് മേ കേകേയ പുത്രി വശങ്കതനാകയാൽ ആകയാൽ അകലമുള്ളിൽ വളരുന്നതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുംബികെ. കാമുകനല്ല നൃപതി ദശരഥൻ കാമിനി കൈകേകി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണേമെന്നിങ്ങനെ ചൊല്ലി വിഷാദരിച്ചിരിക്കുന്നതു നേരം ശ്രീരാമാഭിഷേകം. വാനവരെല്ലാരും ഒത്തു നിരൂപിച്ച് വാണി ഭഗവതി തന്നോട് അഭ്യർത്ഥിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി ദേവയാൽ അയോധ്യക്കെഴുന്നള്ളുക. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധരതനുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേകിയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവഗ്നക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേകിതാനും അവളോട് ചൊല്ലിനാൾ. മന്ധരെ, ചൊല്ലു നീ രാജ്യമെല്ലാവണ്ണവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഗേ മൂഢേ മഹാഗർഭിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ. ഏറിയോരാപത്ത് വന്നടുത്തു നിനക്കാരും ഒരു ബന്ധമില്ലെന്ന് നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. യുദ്ധം അവൾ ചൊന്നത് കേട്ട് സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കൈകേയ പുത്രിയും ചിത്രമായൊരു ചാമീകരുനൂപുരം ചിത്തമോദേന നൽകിയിടിനാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമോ ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല. അതിൽ ഇല്ലൊരവകാശം ഏതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയും ഇല്ല മറ്റാർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയിക്ക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറയുകയില്ലൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ, നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകേയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേതസ. പിന്നെയും ചൊല്ലിനാൾ, പാപേ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി. നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായ യച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം.
ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ട് നിർഭാഗ്യയായോരു നിദാസിയായ നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപത്ന്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക് നീ, ഉത്സാഹമുണ്ടോ നിനക്കെങ്കിൽ ഇക്കാലം സുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമൻ ഈരേഴാണ്ട് കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതനു വരും അതിപ്രൗഢകീർത്തിയ നിനക്ക് വസിക്കാം ചിരം. വേണമെന്നാകിൽ അതിനൊരു ഉപായവോ പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. മന്നം സുരസുരേ യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർദ്ദിക്കയാൽ മന്നവൻ ചാമബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകം പുക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം. പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കിൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിയുവോളം അങ്ങേനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പ്രതീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിന്തുരിൽ കണ്ടതീ സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിൻ ചരീതം നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ. ഗോവിന്ദരാമനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭർത്തൃവാക്യം കേട്ട് നീയും അന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായോരു വരദ്വയം സാദരം നൃസ്തംഭവതിമായ നൃപതീശ്വര. ഞാൻ ഒരു അവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ നെസ്തം ഭവതിമായ നൃപതീശ്വര. ഞാൻ ഒരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നു വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മൂന്നമേ മാനസേതോ നിബലാൽ ഈശ്വര ആജ്ഞയാ. ധീരതയോടിനിക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രാവശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിൽ ശോഭ പൂണ്ടു ഒരു കാർക്കൂന്തൽ അഴിച്ചിട്ട് ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിക. ഭൂമിയിൽ തന്നെ മലിന അമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധരാജു ചെന്നതുപോലെ അതിനേതു ഒരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ. കൈകേയി മന്ധരയോട് ചെന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവൻ അല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവാൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര. പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്വിതനായി ചാരസംയുക്തനായി നീതിജ്ഞനായി നിജാം ദേശികവാക്യ
വാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും ദുഷ്ടസംഹം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗം ഏറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സത്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥൻ ആദരാൽ പങ്കജ നേത്ര അഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരം അകംപുക്ക് അരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമ ആകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലൻ ആയൊരു ഭൂപനും ചിത്തത്താരിങ്കൽ നിരൂപിച്ചത് ഈ ദൃശ്യം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നു കൂടും വിധൗ മന്ദസ്മിതം ചെയ്ത് അരികെ വരും പുരാ. സുന്ദരിയാം ഇവൾ ഇന്ന് എങ്ങു പോയി നാൾ മന്ദം ആകുന്നതു ഉന്മേഷം എൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവത് സോമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരാപതി ചോദിച്ച നേരത്തു ദേവി തന്നാളിമാരും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതിൻ മൂലം ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിൻ തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നു കേട്ടു ഭയേന മഹീപതി. ചൊന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ. നാദേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ് ആതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോട് എന്തെന്ന് എന്നോട് ചെല്ലടോ. മത്പ്രജാവൃന്ദമായുള്ളവർ ആരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോട് ആർക്കുമൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വന്ദ്യനെന്നാകിലും ദണ്ഡം എനിക്കതിനുള്ള നിരൂപിച്ചാൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓക്കെ. നിർധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പേനവനെ ഞാൻ. അർത്ഥവാനേറ്റമനിഷ്ടം നിനക്കെങ്കിൽ നിർധനാകുവനെന്ന് എന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം. മാനിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പായിക മാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേകി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ. കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോട് മന്ദമരുൾ ചെയ്താൽ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ. സത്യമായുള്ളതിനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിയിടുക സത്യത്തെ മന്നവ. എങ്കിലോ കണ്ടു സുരാസുരയോധനീ സങ്കടം തീർത്ത് രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായ അന്ന് ഭവാൻ മമ ചിന്തിച്ച് 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ.
വെച്ചിരിക്കുന്ന ഭവാങ്കരത് രണ്ടും ഇച്ഛമുണ്ട് ഇന്ന് വാങ്ങിയിടുവാൻ പൂവതേ എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാൻ ഭരതന് ചെയ്യണമെന്നതും പിന്നെ മറ്റേത് രാമൻ വനവാസത്തിന് ഇന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരഞ്ചിടാവത്സലം കൊണ്ട് താപസവേഷം ധരിച്ച് വനാന്തരെ 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ച് മഹീപതേ ഭൂമി വാദിപ്പാൻ ഭരതനെ അയക്കണം. നിഷതി വനത്തിന് പോകണം എന്നിവ 2 വരങ്ങളും നൽകി ഇന്ന് മരണം എനിക്കില്ല നിർണയം. ഇവ 2 വരങ്ങളും നൽകുകിലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേകി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രം ഏറ്റദ്രി പതിച്ച പോലെ ഭുവേ സജ്വര ചേതസ വീണിതു ഭൂവനം. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണു നേർവാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ കിം കിം ഏതത് കൃതം ശങ്കര ദൈവമേ പങ്കജലോചന പരബ്രഹ്മമേ വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേകീതൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവ മുര ചെയ്തു എന്തീ വണ്ണം പറയുന്നത് ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചതു രാഘവൻ. പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ അരുൾ ചെയ്വതിനെന്തു കാരണം? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്ക് ഇന്നിതു തോന്നുവാൻ എന്തോരു കാരണം? നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാൽ ഏതും ഭയം നിനക്കുണ്ടാക ഭൂമിപതിയായി ഭരതൻ ഇരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനം. നേത്രങ്ങളും ചുവപ്പിച്ച് കൈകേകിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിഴിഞ്ഞാൾ പ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൻ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പങ്കജനേത്രനാം രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകാകിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവാൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥനെത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥ മിഥ്യയാക്കിയിടല. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നിടും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യയായി ചെന്നൊരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം. മംഗളവാദ്യസ്തുതി ജയ ശബ്ദേന സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പ് ഉണർത്തിടിനാരന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ട് നിന്നാരവர்களுം അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുട തഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യാലങ്കാരവും വാരണവാചിരതങ്ങൾ പദാതീയം
വാരനാരീജനം പൗരാജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റം ഒഴിഞ്ഞു സംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃന്ദ വൃദ്ധാവധി പുരവാസികളാബദ്ധ കൗതൂഹലാപ്തി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാൾ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതി രമ്യമകരായിത മണികുണ്ടല സംമുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛതലോചനാ ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡല തുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും കുന്ദമുകുള സമാന ദന്തങ്ങളും ബന്ധുകസൂന സമാനാദരാഭയും കന്ദരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിടുമൂരു കാണ്ഡങ്ങളും. കുംഭീന്ദ്രമസ്തകം സന്നിഭജാനുവും അംഭോജബാണ നിഷങ്കാഭജങ്കയും കമ്പം കലർന്നു കപടപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംബോജ തുല്യമാം അഖ്രിതലങ്ങളും ജംബാരി രത്നം തൊഴുതും തിരുമേനിയും ഹാരകടക വലയ അങ്കുലിയാതി ചാരുതരാഭരണ ആവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാത്തപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രൻ മുത കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബധ നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീത്ത വിഷാദമോട് അൽസുഖം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്താനന്ദ പൂർണ്ണം അമൃതാബ്ദിയിൽ വീണു മുഴകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാൾ പുരവാസികളാദരാൽ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. Maybe you can repeat the song, that very commonly sung. Dekhupati Raghava Raja Ram Patita Pavana Sita Ram. Dekhupati Raghava Raja Ram Patita Pavana Sita Ram. Please repeat. Dekhupati ഭഗവാന് ഒരു നിമിഷം എല്ലാവർക്കും മനസ്സിൽ പ്രാർത്ഥിക്കുക. ആ സമയത്ത് യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധരസ്വതാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അതായത് വാക്കുകള് നമ്മൾ ഭഗവാനെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാതെ ദൈവത ഇത് ഇപ്പം ഫോണിലിരിക്കുന്ന കേൾക്കത്തില്ല. അപ്പൊ വാക്കുകൾ സത്സംഗവേദികൾ മാത്രമല്ല, നമ്മുടെ വാക്കുകൾ ഭഗവാനെ ഏൽപ്പിക്കാമെങ്കിൽ
ഭഗവാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുമ്പോൾ എത്ര സ്വാതന്ത്ര്യമല്ലേ! പറയേണ്ടത് എന്താണെന്ന് അറിയാതെ ഭഗവാനെ തന്നെ പറയാനുള്ള, ഉപദേശിക്കാനുള്ള ഒരു അപേക്ഷ തൻ്റെ നോട്ടത്തിൽ കൂടെ എത്തിച്ച കഥയാണല്ലോ ധ്രുവ മഹാരാജാവിൻ്റെ കഥ. അപ്പോ വാക്കുകൾ ഭഗവാനെ ഏൽപ്പിക്കുക. തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ആത്മസ്വരൂപത്തിൽ നിന്ന് വരുന്ന ഭാഗം അതെന്താണ് ഭഗവാൻ തന്നെ നിശ്ചയിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തായിരിക്കണം? സന്ദർഭമനുസരിച്ച് വക്താവിനും ശ്രോതാക്കൾക്കും പ്രയോജനമുണ്ടായിരിക്കണം. അവരെ ആധ്യാത്മ ജീവിതത്തിലേക്ക് നയിക്കണം. അവരുടെ യാത്രയിൽ സുഗമമായി അവരെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കണം. ഇതായിരിക്കണം വക്താവിൻ്റെയും ശ്രോതാക്കളുടെയും ലക്ഷ്യം. മറ്റൊന്നുമാകാൻ പാടില്ല. ഇതിനെ മാത്രമാണ് സത്സംഗമെന്ന് പറയുക. അല്ലാത്തൊന്നും സത്സംഗമാകുന്നില്ല. വക്താവിൻ്റെ വാക്കിൽ നിന്ന് വരുന്നത് മോക്ഷപ്രാപ്ത്യർത്ഥമായിരിക്കണം. ശ്രോതാവ് കേൾക്കുന്നതും മോക്ഷപ്രാപ്ത്യർത്ഥമായിരിക്കണം. എങ്കിൽ മാത്രമാണ്. കഥ എന്തായി മാറി? ഇവിടെ നാരദ മഹർഷി വന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാനെ, അങ്ങയുടെ അവതാര ലക്ഷ്യം സാധിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങ് സാക്ഷാൽ പരമാത്മാവ് തന്നെ, സത്യസ്വരൂപനാണ്. സർവചരാചരങ്ങളുടെയും നാഥനാണ്. ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായ ആ സാക്ഷാൽ പരമാത്മാവാണങ്ങ്. അതുകൊണ്ട് അങ്ങ് ഈ ലീലകൾ അല്പം വ്യത്യാസം വരുത്തേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ള സംഭാഷണം. അതിനുശേഷം പെട്ടെന്ന് സംഭവിക്കുന്നു, വാൽമീകി മഹർഷി ഇവിടെ നിന്ന് ഒരു മന്ധരയെ രംഗത്ത് കൊണ്ടുവന്നു. ആ മന്ധര കൈകേയിയെ ഉപദേശിക്കുന്നു. ഭരതനേക്കാളും സ്നേഹം എനിക്ക് എൻ്റെ രാമനോടാണ്. എൻ്റെ രാമനാണ് എന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, എന്നെ ശുശ്രൂഷിക്കുക. എൻ്റെ രാമൻ രാജാവാകുന്നതിൽ എന്ത് സന്തോഷം! ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു തോന്നല് ഉള്ളിൽ കയറി. ശ്രദ്ധിച്ചു നോക്കുക, വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. എവിടെ ശ്രദ്ധിക്കണം? കൈകേയികൾ ശ്രദ്ധിക്കാനല്ല രാജു പറഞ്ഞത്, മന്ത്രികൾ ശ്രദ്ധിക്കാനല്ല പറഞ്ഞത്, ഞാരെ ശ്രദ്ധിക്കാനല്ല പറഞ്ഞത്. തന്നിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരിലേക്കും ശ്രദ്ധിക്കുക. തൻ്റെ അനുഭവം എന്തായിരിക്കും, തൻ്റെ പ്രതികാരം എങ്ങനെയായിരിക്കും, താൻ ഏത് രീതിയിൽ പ്രതികരിക്കും, തന്നിലേക്ക് നോക്കുക. നമ്മൾ രാജ്ഞിയല്ല, രാജാവല്ല. പക്ഷേ ഈ രാജ്ഞിക്കുണ്ടായ അനുഭവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ കണ്ടുമുട്ടും. ഇവിടെ കൈകേയി ആരാണ്, മന്ധര ആരാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തന്നെയാണ് കൈകേയി, ഞാൻ തന്നെയാണ് മന്ധര എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. ചിന്തിച്ചു നോക്കുക, സന്ദർഭം ഒന്ന് ചിന്തിച്ചു നോക്കുക. തൻ്റെ മകൻ, എൻ്റെ മകനെ, എൻ്റെ പോയിരിക്കുന്നു, എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു. മറ്റു ഭാര്യയുടെ മകൻ
രാജാവാക്കാൻ എൻ്റെ ഭർത്താവ് അല്പം പോലെ എൻ്റെ മകൻ വരുന്നത് വരെ ക്ഷമിക്കാതെ രാജാവാക്കാൻ ശ്രമിക്കുന്നു. കൈകേയിയെ നോക്കരുത്, മന്ധരയും നോക്കരുത്. കൈകേയിയും മന്ധരയും ഞാനായി മാറിയിട്ട് ചിന്തിക്കുക. കൈകേയിയായ എന്നിൽ മന്ധര ഉണ്ടാകുമോ ഇല്ലയോ? പെട്ടെന്ന് സംശയം. എന്നെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? രാഗമുണ്ടായി, ദ്വേഷമുണ്ടായി, രാഗദ്വേഷാദികളോടി കോപമുണ്ടായി. ധ്യായതേ വിഷയാൻ പുംസഃ സങ്കൽത്തേഷുപജായതേ സംഗാസഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ. കാമമുണ്ടായി, എൻ്റെ മകൻ രാജ്യം ഭരിക്കണം. അപ്പോൾ അതിനുള്ള മാർഗം എന്താണ്? ഓർത്തു, ഇതിന് മാർഗമുണ്ട്. എനിക്കൊരു വരം തന്നിട്ടുണ്ട്. ആ വരം ഇപ്പോൾ ആവശ്യപ്പെടുക. അപ്പോൾ ഞാൻ വരം ആവശ്യപ്പെടുക, എൻ്റെ മകനെ രാജാവാക്കുക ആവശ്യപ്പെടാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം. അഥവാ എൻ്റെ മകനെ രാജാവാക്കിയാൽ രാമൻ ഇവിടെ ഉണ്ടെങ്കിൽ, രാമനൊരു മകനുണ്ടായാൽ എൻ്റെ മകൻ്റെ മകനെ അധികാരം കിട്ടത്തില്ലല്ലോ. രാമനല്ലയോ ജ്യേഷ്ഠൻ. നോക്കണേ, മനസ്സിൽ കുബുദ്ധികൾ കയറിയാൽ, മനസ്സിൽ മന്ധര കയറിയാൽ ഇവിടെയെല്ലാം നമ്മുടെ ചിന്തകൾ പോകുന്നു. അപ്പോൾ അതിന് മറ്റൊരു മാർഗം, കുറെ നാൾ വനവാസത്തിൽ സന്യാസിയായി പോയാൽ എൻ്റെ മകൻ ഒരു കുട്ടി നേരത്തെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ എൻ്റെ മകൻ രാജാവാകാൻ സാധിക്കും. എന്തെല്ലാം കുബുദ്ധികളാണ് ഉണ്ടാകുക. കാര്യം കുബുദ്ധി ആര് തരുന്നു? നമ്മുടെ ഉള്ളിലുള്ള മന്ധര തരുന്നു നമുക്ക്. ആര് മന്ധര? ആരാണ്? മനസ്സാകുന്ന ചതിക്കുന്ന മന്ധര. ജനക മഹാരാജാവിൻ്റെ തന്നെ ഒരു കഥ ഞാൻ പറയാറുണ്ടല്ലോ പലപ്പോഴും. അദ്ദേഹം ഉദ്യാനത്തിൽ ഇരുന്ന് വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അസാധാരണമായി ഇത്രയും ചിന്ത അദ്ദേഹത്തിന്? ജ്ഞാനിയായ അദ്ദേഹം ഇത്രയും ചിന്ത എന്താണ് എന്ന് മന്ത്രിമാർ ഭ്രമിച്ചു, ഭാര്യമാർ ശ്രദ്ധിച്ചു. എന്താണ്? എൻ്റെ ഭർത്താവിനൊരു ചിന്ത. എന്നാ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന ഭർത്താവിനെ എൻ്റെ ചിന്തയെ മുടക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു തുള്ളിച്ചാടി പോലും. കണ്ടുപിടിച്ച് ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു. പെട്ടെന്ന് ഭൃത്യന്മാരെല്ലാം, മന്ത്രിമാരെല്ലാം അടുത്ത് ചെന്നു. കള്ളനെ ശിക്ഷിക്കേണ്ടത് ആവശ്യമാണല്ലോ. കള്ളനെ അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മനസ്സാണ് കള്ളൻ, അവൻ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മനസ്സാണ് മന്ധര. ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ആർക്കെല്ലാം നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ, തനിക്ക് തൻ്റെ അനുഭവമാണെങ്കിൽ തന്നിൽ ഈ മന്ധര ഉദിക്കുമോ ഇല്ലയോ? തൻ്റെ മന്ധര ഈ ഉപദേശം തരുമോ ഇല്ലയോ? തൻ്റെ മനസ്സാകുന്ന ഈ മന്ധര തനിക്ക് ഉപദേശം തരുമോ ഇല്ലയോ? ഇവിടെ അധർമ്മം രണ്ട് കാണുന്നു. ഒന്ന്, കൈകേയിയുടെ അധർമ്മം, കൈകേയിയുടെ അഹന്തയും മമതയും കൊണ്ടുള്ള അധർമ്മം. അധർമ്മം ചെയ്യാനായിട്ട് അഹന്തയും മമതയും ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? അന്ന് ശോകമോഹാദികൾ അർജുനുണ്ടായി. ഇവിടെ അതിൻ്റെ ഒരു മറുഭാഗം തന്നെയാണ് ക്രോധ ലോഭങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും അധർമ്മത്തിലേക്ക് തന്നെ നയിക്കുന്നു. അതുപോലെ ദശരഥ മഹാരാജാവിനെ നോക്കിക്കേ. ഒരു സ്ത്രീ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് തൻ്റെ സ്ത്രീക്ക് സുഖം അനുഭവിക്കാൻ വേണ്ടി, സുഖം കൊടുക്കുവാൻ വേണ്ടി എന്താണ് ദേവി ആവശ്യപ്പെടുന്നത് അതെല്ലാം ഞാൻ ചെയ്തു തരാം. എന്ത് അധർമ്മമായാലും വേണ്ടുമില്ല, വന്ധ്യനായാലും വേണ്ടുമില്ല,
വൃദ്ധനായാലും വേണ്ടുമില്ല, അവനെ ഞാൻ ഇപ്പോഴേ വധിച്ചേക്കാം. എന്തൊരു അധർമ്മമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് ആലോചിച്ച് നോക്കി. എവിടെ നിന്ന് കിട്ടി അദ്ദേഹം? എൻ്റെ ഭാര്യ തൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾ, തനിക്ക് ഇന്ദ്രിയ സുഖങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന, തൻ്റെ മനസ്സിനെ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം തന്നുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ദുഃഖം ആണ് അവിടെ പ്രാധാന്യം. ധർമ്മമോ അധർമ്മമോ അല്ല അദ്ദേഹത്തിന് പ്രാധാന്യം. ഇത് എവിടുന്ന് വന്നു? ഇത് ഈ അധർമ്മചിന്ത അദ്ദേഹത്തിന് എന്തിനു വന്നു? രാജർഷിയായ ദശരഥ മഹാരാജാവ് പെട്ടെന്ന് അദ്ദേഹത്തിന് അധർമ്മചിന്ത അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായി. ഇതാണ് ഇവിടുത്തെ പാഠം. കഥയിലൊരു മന്ദര, കഥയിലൊരു കൈകേയി അല്ല. രാമായണത്തെ കൂടെ പഠിക്കേണ്ടത് ഈ മന്ദരൻ എൻ്റെ മനസ്സാണെന്നും ഈ കൈകേയി ഞാനാണെന്നും നമ്മൾ ഗ്രഹിച്ചാൽ, ഉൾക്കൊണ്ടാൽ നമുക്ക് ഭാഗ്യം, നമുക്ക് പ്രയോജനം. നമുക്ക് എന്താണ് രാമായണം? എഴുത്തച്ഛൻ്റെ രാമായണം വളരെ വ്യക്തമായി നമുക്ക് തരുന്നു. എല്ലാ രാമായണങ്ങളും തന്നെ, രാമായണം തന്നെ അനേകം രാമായണം. വാൽമീകി രാമായണം ഏകം. ഓരോ നാട്ടിലും ഓരോ രാജ്യത്തും, ഭാരതത്തിൽ മാത്രമല്ല രാമായണമുള്ളത്, മറ്റു പല രാജ്യങ്ങളിലും അവരുടേതായ രാമായണം. വാൽമീകി രാമായണത്തെ ആശ്രയിച്ച് തൻ്റെ ജനങ്ങളിൽ ആധ്യാത്മചിന്തയുണ്ടാകാനും അവരുടെ ദുഃഖ നിവാരണത്തിനും അവരെ സസ്വഭാവികളാക്കാനും മര്യാദ പുരുഷനായ രാമന്റെ കഥകൾ കാണിച്ചുകൊണ്ട് ഉപദേശിക്കാൻ വേണ്ടി മഹാത്മാക്കളെ എല്ലാ രാജ്യങ്ങളിലും അവരുടേതായ രാമായണം ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ ഉത്തമ പുരുഷനാണ്. ആ ഉത്തമ പുരുഷൻ സ്വഭാവം, അതിലെ കഥകൾ അറിഞ്ഞ് തൻ്റെ ജനങ്ങൾക്കും തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്കും സസ്വഭാവങ്ങൾ ഉണ്ടാകണം. എന്നാൽ കഥ വിട്ടുപോയാൽ എന്ത് പ്രയോജനം? വീണ്ടും വീണ്ടും നമ്മൾ കൈകേയിയുടെയും മന്ദരയുടെയും കഥകൾ വായിച്ച് കൈകേയി എത്ര ദുഷ്ടയായിരുന്നല്ലേ, ഈ മന്ദര എത്ര ദുഷ്ടയായിരുന്നു അല്ലയോ. പിന്നാണ് ചിന്തിക്കുന്നത്, ചേടാ ഞാൻ തന്നെയാണല്ലോ ഈ മന്ദര, ഞാൻ തന്നെയാണല്ലോ, എൻ്റെ മനസ്സ് തന്നെയാണല്ലോ ഈ മന്ദര, ഞാൻ തന്നെയാണല്ലോ ഈ കൈകേയി എന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ ഭാഗ്യം, എന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഭാഗ്യം. അപ്പോൾ കഥയുടെ രഹസ്യം പിടികിട്ടിയെന്നർത്ഥം. അതിൽ കൂടെ എന്ത് പ്രയോജനമാണ്? ഇതിൽ കൂടെ നമ്മളിലുള്ള ഓരോ ജീവനിലുമുള്ള ഓരോ രാമായണ മാസത്തിൽ എല്ലാ വർഷവും രാമായണം വായിക്കുന്ന ഓരോ ഭക്തയുടെയും മനസ്സിൽ ഉള്ള അഹന്തയും മമതയും മാറ്റി, രാഗദ്വേഷാദികളെ മാറ്റി സസ്വഭാവം വളർത്തിയെടുക്കാനായിട്ട് ഈ കഥ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഉള്ളാർത്ഥം, ലക്ഷ്യാർത്ഥത്തെ ചിന്തിക്കുക. കവികളുടെ ലക്ഷ്യാർത്ഥം എപ്പോഴും പ്രകടമല്ല എന്ന് മനസ്സിലാക്കുക. എപ്പോഴും പ്രത്യക്ഷമല്ല കവികളുടെ കവിഭാവനയിൽ. ഒന്ന് പറയുന്നതിനെ അവർ മറ്റു പലതും പറയും. എന്തിനു വേണ്ടി ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു പ്രത്യേക ഉത്തരമില്ലെങ്കിലും സാമാന്യമായി ചിന്തിക്കാം. മനുഷ്യൻ പല രീതിയിലാണ്. ചിലര് കഥയിൽ രസിക്കുന്നവരുണ്ട്. വേദാന്തം അവർക്ക് ഇഷ്ടമല്ല, കേൾക്കാൻ അവർ തയ്യാറല്ല. എന്നാൽ കഥ കേട്ട് ഒരു ദിവസം എത്രയോ പ്രാവശ്യം നമ്മൾ രാമായണം, മന്ദര ഇത്രയും ഒരു നമ്മുടെ മനസ്സിലൊക്കെ മന്ദര എന്ന് പറയുമ്പോൾ ഒരു വിദ്വേഷ ചിന്തയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലേ? കൈകേയി എന്ന് പറയുമ്പോൾ എന്തൊരു വിദ്വേഷ ചിന്തയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ വിദ്വേഷം മാറിയില്ല, അല്ലേ? അങ്ങനെ മാറി. ഞാൻ തന്നെയാണ് ഇതെന്ന് മനസ്സിലായപ്പോഴാണ് വിദ്വേഷം മാറിയത്. എന്നിൽ പരിവർത്തനം ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്കുക. ഞാൻ പറഞ്ഞതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ, ഞാനാണ് ആ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മന്ദര എന്നിൽ നിന്ന് ഉണരുമോ? എൻ്റെ മന്ദര എന്നോട് ഇത് തന്നെ ഉപദേശിക്കുമോ എന്ന് ചിന്തിച്ചു നോക്കുക. ഉത്തരം എന്താണ്? അത് തന്നെയാണ്. എൻ്റെ മന്ദര എന്നോട് ഇത് തന്നെ പറയും. നിങ്ങളുടെ കാര്യമല്ല, സാധാരണ ജനങ്ങൾ, രാജുവിൻ്റെ കാര്യമെന്ന് വിചാരിച്ചു.
അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? രാമകഥ വായിക്കുന്നതിൽ കൂടി, കൈകയുടെയും മന്ധരയുടെയും കഥ വായിക്കുന്നതിൽ കൂടി തൻ്റെ ഉള്ളിലേക്ക് തോന്നുന്നു, എടാ പല സന്ദർഭത്തിലും ഞാൻ ഇതുപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇതിന് വ്യത്യസ്തമായ ഒരു പ്രവൃത്തി അല്ലായിരുന്നല്ലോ എന്നിലുണ്ടായിരുന്നത്. ക്ഷേത്രത്തിലുള്ള വ്യവഹാരത്തിലാണെങ്കിലും ശരി, കുടുംബത്തിലുള്ള വ്യവഹാരങ്ങളാണെങ്കിലും ശരി, സത്സംഗത്തിലുള്ള വ്യവഹാരങ്ങളാണെങ്കിലും ശരി, തൻ്റെ അയൽവക്കത്തുകാരുള്ള വ്യവഹാരത്തിലാണെങ്കിലും ശരി, ഞാനൊരു കൈകേകിയായിരുന്നല്ലോ, എന്നിലുള്ള മന്ധര അവിടെ ഉണർന്നായിരുന്നല്ലോ. ചിന്തിച്ചു നോക്കുക. ചിന്തിച്ചു നോക്കി ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. എന്നെങ്കിൽ മാത്രമേ പരിവർത്തനം സാധിക്കുകയുള്ളൂ. ആദ്യം പരിവർത്തനത്തിന് ആവശ്യമായത് എന്താണെന്ന് ആദ്യം തൻ്റെ തെറ്റിനെ അറിയാവൂ, തൻ്റെ ബുദ്ധിയുടെ ഒരു ഭാഗത്ത് നിന്ന്. പിന്നെയാണ് മാറ്റം വരാൻ മറ്റു സൈഡിലുള്ള ബുദ്ധി അനുവദിക്കുക പോലും. ആദ്യം വൺ ഹാസ് ടു റിയലൈസ് ദാറ്റ് ഐ ആം. ആലോചിച്ച് നോക്കുക. ഭഗവത്ഗീതയിൽ നോക്കുക, അർജുനൻ എത്ര വീരവാദമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു, ഹൃദസ്വാകശ്മലമിതം, നിനക്കെവിടെ നിന്നാ ഈ ബുദ്ധിമോശമൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞ് ഭഗവാൻ ഇച്ചിരൊന്നു ശകാരിച്ചപ്പോൾ പറഞ്ഞു, കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവ. ആ ഭാവം എത്തേണ്ടതായിട്ടിരിക്കുന്നു നമ്മൾ. അതായത് നമ്മളുള്ള അഹങ്കാരങ്ങളെല്ലാം മാറണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, ഈ കാർപ്പണ്യദോഷമാണെന്ന് എനിക്ക് ബോധ്യമാകണം. കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ നിസാരപ്പെട്ട എൻ്റെ ബുദ്ധി മോശം എന്നർത്ഥം, എൻ്റെ കുബുദ്ധി കൊണ്ടെന്നർത്ഥം, അല്ലെങ്കിൽ എൻ്റെ നിസാരമായ ബുദ്ധി കൊണ്ടെന്നർത്ഥം. ഇതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയെല്ലാം വലിയ ജ്ഞാനിയായിട്ട് പ്രസംഗിക്കാണ്ട് വന്നത്, ഇതുകൊണ്ടാണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഈ സന്ദർഭം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ സമർത്ഥിക്കും. എന്തുകൊണ്ട് ഇത് ന്യായമാണ്, എന്തുകൊണ്ട് അന്യായമാണ് എന്നോട് കാണിക്കുന്നത്? ഇതിനെയുള്ള സമർത്ഥിക്കാനുള്ള ഭാഗം ഈ മന്ദര ഉണ്ടാക്കി തരുമേ. ഈ മന്ദര ചുമ്മാതെന്ന് എന്നങ്ങോട്ടിന്ന് പറഞ്ഞൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, പിന്നെ അവിടെ ഉരുണ്ട് കിടന്ന് കര. അപ്പൊ രാജാവ് വന്ന് നിനക്ക് നിന്റെ മോനെ രാജാവ് ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. മന്ദര കാര്യകാരണം അനുസരിച്ച് മന്ദര വിവരിച്ചു കൊടുത്തു. ഇന്ന കാര്യം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റും. മന്ദര ഇത് ഉപദേശിച്ചു കൊടുത്തു. നമ്മളങ്ങനെ ചെയ്യത്തില്ലേ? നമ്മൾ തന്നെ ഒരു ന്യായം ഉണ്ടാക്കും. ആ ന്യായത്തിന് ന്യായം ഉണ്ടാക്കും നമ്മൾ. ഏതൊരു ആ ന്യായത്തിനെ ಖಂಡಿക്കാൻ ആരെങ്കിലും വന്നാൽ നമ്മൾ ഓൾറെഡി ന്യായം കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? രാമായണം വായിക്കുമ്പോൾ, മന്ധരയുടെ കഥ വായിക്കുമ്പോൾ നമ്മളിലേക്ക് ചിന്തിച്ച്, നമ്മളിലേക്ക് മനനം ചെയ്ത്, തനിക്ക് മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇതെല്ലാം ഇല്ലേ, ഇനി നാളെ ഇത് ഉണ്ടാകരുത് എന്നുള്ള ബോധത്തോടു കൂടി പലപ്പോഴും ഉണ്ടായിപ്പോകും കേട്ടോ. പിന്നെയും എത്ര നമ്മൾ മനനം ചെയ്ത് ഇത് നമ്മൾ തീരുമാനിച്ച അതിപ്പം മനസ്സിലായത് തെറ്റാണ്, ഇത് ശരിയല്ല. കാര്യം ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ലല്ലോ. ഇതൊക്കെ എന്ത് നിസ്സാരമായ സാധനം. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതം ഏത് എന്തായാലും ശരി, എന്നിൽ കാമക്രോധ ലോഭ മോഹാദികൾ എന്നെ ബാധിക്കാതിരിക്കണം. എന്നെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? തെറ്റോ ശരിയോ അത് വേറൊരു ഭാഗം. കുടുംബാംഗങ്ങളുമായ കാര്യത്തിന് അവിടെ എന്തുവാ ധർമ്മമോ അധർമ്മമോ ഒക്കെ എന്തുവാ, ഏതെങ്കിലും തെറ്റോ ശരിയോ എന്തെങ്കിലും ആട്ടെ. പക്ഷെ എന്നെ ബാധിക്കുന്നതായതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ കാമക്രോധാദി മോഹാദികൾ ഉണ്ടായാൽ എനിക്ക് നാശമുണ്ടാകും. മറ്റു നാശത്തെ പറ്റി ചിന്തിക്കണ്ട. മറ്റുള്ളവരുടെ സ്നേഹം ഇല്ലാതെയാകുമോ, വിരോധം കിട്ടുമോ, അല്ലെങ്കിൽ ഇതൊക്കെ മറ്റൊരു കാര്യം. എന്നാൽ ഇത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എന്നിൽ ക്രോധമുണ്ടായി കഴിയുമ്പോൾ, എന്നിൽ അവിശ്വാസം ഉണ്ടായി കഴിയുമ്പോൾ അതെന്നെ എപ്പോഴും എന്നെ ബോധർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഉറങ്ങാൻ സാധിക്കില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരിയായി ഉറങ്ങിയില്ല രാത്രി. മനസ്സിനെ ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര ദോഷം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മന്ദര. അതുകൊണ്ട് മന്ദരയെ എത്രയും പെട്ടെന്ന് മന്ദരയെ സുന്ദരയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിനൊരു പ്രത്യേക വിശേഷമുണ്ട് പോലും, അതിനൊരു ഗുണമുണ്ട് പോലും. നിർത്താൻ സമയമായെന്നറിയാം. ഒരു പ്രത്യേക വിശേഷമുണ്ടെന്ന് പോലും. അതായത് മനസ്സ് ഏത് രീതിയിൽ വളയ്ക്കുന്നു അതുപോലെ ചെയ്യും പോലും. നമ്മുടെ മനസ്സ് അഹന്തയും മമതയുമാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നയിച്ചാൽ എന്ത് ചെയ്യുന്നു? അത് അഹന്തയും മമതയും ഏറ്റവും ഇഷ്ടപ്പെടും. നേരെ തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് തിരിച്ച് അനുഭവിക്കാൻ അതിൽ ആനന്ദിക്കും.
അതുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കേണ്ടതായിട്ടിരിക്കുന്നു, മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശാന്തി, സമാധാനം എപ്പോഴും. ഇതാണ് ശാന്തി. ഏത് സമയത്ത് അഹന്തയും മമതയും എന്നിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് എനിക്ക് സാധിക്കുന്നു, എൻ്റെ ശരീരത്തിനെയും എൻ്റെ മനസ്സിനെയും മാറ്റി നിർത്താനും സാധിക്കുന്നു, എൻ്റെ ഇന്ദ്രിയങ്ങളെ എന്നിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നു, എൻ്റെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും എന്നിൽ നിന്ന് മാറ്റി നിർത്തി ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ഞാൻ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അല്ല എന്നുള്ള ബോധം എന്നിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ശാന്തി ഉണ്ടാകുന്നു, ശാന്തി സമാധാനം ഉണ്ടാകുന്നു. ഈ ശാന്തി സമാധാനം ഒരിക്കലും ക്രോധമുള്ളപ്പോൾ ഉണ്ടാകുകയില്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അദ്വൈത ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനത്തിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഇത് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഏത് സമയം നമ്മൾ ക്രോധമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഒരിക്കലും ധ്യാനം, അദ്ദേഹം മെഡിറ്റേഷൻ പഠിപ്പിക്കുകയാണ് കേട്ടോ, അദ്ദേഹം മെഡിറ്റേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ഇത് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഉള്ളിൽ ക്രോധമുണ്ടെങ്കിൽ എത്ര പരിശ്രമിച്ചാലും ചെയ്ത് നമ്മൾ ആ ഉള്ളിൽ എവിടെയെങ്കിലും ഉള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ക്രോധം മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് ഉണർന്നു വരും. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ അത് നമ്മളെ അലട്ടും. എന്തിനിത് വലിച്ചു കെട്ടുന്നല്ലേ, ലീവ് ഇറ്റ് അലോൺ. ഇതെല്ലാം നിസ്സാരമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ അഥവാ ഇച്ചിരി ദുഃഖം ഉണ്ടാകുന്നല്ലേ, അതിനാണ് തിദിക്ഷ എന്ന് പറയുന്നത്. ഇച്ചിരി ദുഃഖം ഉണ്ടായെന്നിരിക്കട്ടെ, ഭഗവാൻ പറയുന്നു തിദിക്ഷ ഉണ്ടായിരിക്കണം നിനക്ക്. ശങ്കരാചാര്യ പറയുന്നു സാധന ചതുഷ്ടയിൽ തിദിക്ഷ ഉണ്ടായി, സമാധി ശക്തി സമ്പത്തിൽ തിദിക്ഷ നിനക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ സുഖദുഃഖത്തെയൊക്കെ നീ വിട്ടുകളയണം. ചിലപ്പോൾ അല്പം ദുഃഖം ഉണ്ടായെന്നിരിക്കും, എൻ്റെ മകൻ രാജാവായില്ലല്ലോ, അല്ലെങ്കിൽ ഭരതൻ രാജാവായിരുന്നു, എനിക്ക് സുഖമായിരുന്നു, വിട്ടുകളയാനുള്ള ഒരു എന്തോ നമ്മൾ അത്രയും പ്യൂരിറ്റി ചെന്നിട്ടില്ലെങ്കിലും ചില ദുഃഖമൊക്കെ ഉണ്ടായി, ലീവ് ഇറ്റ് അലോൺ. കാര്യം എന്തുകൊണ്ട്? തനിക്ക് ശാന്തിയാണ് ആവശ്യം, ശാന്തിയാണ് ആവശ്യം. അതുകൊണ്ട് അധർമ്മത്തിനെതിരെ നിൽക്കുന്ന അല്ല അർത്ഥം, അങ്ങനെയല്ല. അധർമ്മമല്ല അവിടെ ഉണ്ടായത്. ധർമ്മം അധർമ്മത്തിനെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള നിർദ്ദേശമല്ല. ഏതായാലും ഈ ബോധം നമുക്കുണ്ടായിരിക്കണം. ഇതാണ് സംഭവം ഇതാണ്. അത് നമുക്ക് കഥാരൂപത്തിൽ നമുക്ക് വാൽമീകി മഹർഷിയെ ഇവിടെ കുറച്ചുകൂടെ കാവ്യരൂപത്തിൽ എഴുത്തച്ഛൻ നമുക്ക് ഉപദേശിച്ചു തന്ന ഒരു മന്ഥരയും എഴുത്തച്ഛൻ ഒരു അല്പം മൂടുപടത്തോടുകൂടി നമ്മളോട് പറഞ്ഞു തന്നു. മന്ഥര വായിക്കുന്ന നീയായ മന്ഥര, നീയായ കൈകേയി, ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾ തന്നെ ഈ കൈകേയും ഈ മന്ഥരയും ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക, അതിനെ നീ പാകപ്പെടുത്തിയെടുക്കുക. അതിനെ പാകപ്പെടുത്തിയെടുക്കുന്നതോടുകൂടി നിനക്ക് എന്തുണ്ടാകുന്നു? അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നു. അന്ധകരണ ശുദ്ധി ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നു, മോക്ഷം പ്രാപിക്കാനുള്ള പടി, മോക്ഷത്തിനുള്ള സോപാനമാകുന്നു. അവിടുന്ന് മാത്രമേ മോക്ഷത്തിനുള്ള സോപാനം തുടങ്ങുള്ളൂ കേട്ടോ. സോപാനം നമ്പർ 1 അത് തന്നെയാണ്. അല്ലാതെ സോപാനം 1 എത്തിയില്ല. യു വിൽ നെവർ ഗെറ്റ് there. No matter how many times we read രാമായണം അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങൾ, എത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചാലും ശരി, ആ ഒന്നാമത്തെ സോപാനത്തിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഇതാദ്യം മന്ഥര ആരാണെന്നും കൈകേയി ആരാണെന്നും നമ്മളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്നു. 2 മിനിറ്റ് സമയമാണെന്നറിയാം, ശ്രദ്ധിക്കണം അറിയാം. 2 മിനിറ്റ് ആ മന്ഥരയുടെ കഥയെ തന്നെ നമ്മൾ ആ എഴുത്തച്ഛൻ്റെ അനുഗ്രഹം, എഴുത്തച്ഛൻ ഇങ്ങനെ ഒരു കഥാരൂപത്തിൽ നമ്മളെ ബോധിപ്പിക്കാൻ ഇടയായല്ലോ. എന്നുള്ള മന്ഥരയെ ദർശിക്കാൻ എനിക്ക് സാധിച്ചല്ലോ. ആ എന്നുള്ള മന്ഥരയെ പാകപ്പെടുത്തി ആ മന്ഥരയെ എനിക്ക് എനിക്ക് ഉപയോഗമുള്ള രീതിയിൽ ഉപദേശിക്കാൻ, പാകപ്പെടുത്തിയെടുക്കാൻ ഈ കഥ എനിക്ക് ഉപകരിക്കണമേ. എന്നിലുള്ള ആത്മാവ്, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, ഇങ്ങനെ മൂന്നായി ഞാൻ എന്നെ കാണുമ്പോൾ തുടർച്ചയായി ശാസ്ത്രത്തെ പഠിക്കുന്ന നമുക്ക് നിശ്ചയമായും ഭാഗവതമായാലും ഭഗവത്ഗീതയായാലും രാമായണമായാലും ആത്മതത്വം ദിവസവും
ചിന്തിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ഇരിക്കുന്ന നമുക്ക് പെട്ടെന്ന് ഞാൻ ഈ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ശരീരവും മനസ്സും നശ്വരമാണ്, നശ്വരമായ ഒരു വസ്തു, ഒരിക്കലും ഞാനല്ല, ഞാൻ നിത്യനാണ്, ഞാൻ അജനാണ്, ഞാൻ ശാശ്വതനാണ്. അതുകൊണ്ട് അനിത്യവസ്തു ഒരിക്കലും ഞാനാകാൻ സാധിക്കില്ല. ആ നിത്യവസ്തുവായ ഞാൻ ആനന്ദസ്വരൂപനാണ്. മറ്റൊരു സുഖം അന്വേഷിച്ച് പോകേണ്ട ആവശ്യം എനിക്കില്ല. സ്വയം ജ്ഞാനിയാണ്. ഇതുപോലെ പ്രകാശം മറ്റൊരു പ്രകാശത്തിനെ അന്വേഷിച്ച് പോകാറില്ല. മറ്റൊരു പ്രകാശത്തിന് കാണാൻ ആവശ്യമില്ല. അതുപോലെ സാന്ദ്രാനന്ദ ബോധാത്മകമായ ഈ ആത്മാവ് ശുദ്ധമാണ്. അവിടെ കളങ്കമില്ല, അവിടെ കൈകീകിയില്ല, അവിടെ മന്ധരയുമില്ല. ഈ മന്ധരയും ഈ കൈകീകിയും ഞാനല്ല, അതെൻ്റെ ശരീരമാണ്, എൻ്റെ മനസ്സാണ്. ഞാൻ അതിൽ നിന്ന് ഭിന്നമായ സച്ചിദാനന്ദ സ്വരൂപമായ സർവവ്യാപിയായ സർവാത്മാവായ ആ പരമാത്മ സത്യം തന്നെയാണ്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശിവരാത്രി. താങ്ക് യു.